മോളെ അന്ന, എന്താണമ്മേ? മോളെ ഇന്ന് പാതിര കുർബാനയ്ക്ക് പോകേണ്ടതല്ലേ? മോള് കുറച്ചു നേരം പോയി കിടന്നുറങ്ങും. സമയമാകുമ്പോൾ അമ്മ വിളിക്കാം. ശരി അമ്മേ. അമ്മ കിടക്കുന്നില്ലേ? അമ്മയ്ക്ക് കുറച്ചും കൂടി പണിയുണ്ട് മോളെ. മോള് കിടന്നോളൂ, സമയമാകുമ്പോൾ അമ്മ വിളിക്കാം. ശരി അമ്മേ. ജീവൻ പകർന്നതോമീശു കഥ മർത്യനെ സൃഷ്ടിച്ച ദൈവപിതാവൊപ്പം മാനവൻ സന്തോഷമോടെ വാണു. എന്നാൽ ഒരിക്കൽ ആ വല്ലാത്ത അഹങ്കാരം മർത്യനെ പാപത്തിലാക്കി കുഞ്ഞി. ജീവൻ ബലി കൊടുത്തെന്റെ കുഞ്ഞെ, പണ്ടത്തെ പെസഹായ്ക്ക് പുതിയൊരർത്ഥം നൽകി സർവ്വതും നൂതനമാക്കി ഈശോ. അത്താഴമേശയിലെല്ലാരെയും ചേർത്തിക്കന്നപ്പമെടുത്തു പറഞ്ഞീശോ, എന്റെ ശരീരം ഇതെന്റെ രക്തം
ഭക്ഷിക്ക പാനവും ചെയ്തിടുക. സ്വന്തം ശരീരം ഇതെങ്ങനെ ഭക്ഷിക്കാൻ നൽകിയിടും ഈശോ ഇതെന്റെ അമ്മേ. സ്വന്തം ശരീരം ഇതെങ്ങനെ ഭക്ഷിക്കാൻ നൽകിയിടും ഈശോ ഇതെന്റെ അമ്മേ. വാക്കിനാൽ വിശ്വത്തെ തീർത്തവനാം ദൈവം വാക്കുകൊണ്ടപ്പത്തെ മേനിയാക്കി. കാലുകഴുകുവാൻ തന്നെ താഴ്ത്തി നല്ലൊരു മാതൃക നമ്മൾക്കേകി. പെസഹായിലപ്പം മുറിച്ചു നൽകിയിട്ട് ഈശോ പിറ്റേന്നു ക്രൂശിൽ സ്വയം അർപ്പിച്ചു. ഇത്രയും വേദന എന്തിനാണേറ്റത് ഈശോയ്ക്കൊരു വാക്കു പോരായിരുന്നോ. ഇത്രയും വേദന എന്തിനാണേറ്റത് ഈശോയ്ക്കൊരു വാക്കു പോരായിരുന്നോ. സഹനങ്ങളില്ലാതെ സ്നേഹമുണ്ടോ കുഞ്ഞെ, സ്നേഹിച്ചോരൊക്കെയും നേരിട്ടുണ്ട്. ദുഃഖദുരിതവും പാപപങ്കപ്പാടും ക്രൂശിൽ തറച്ചീശോ ഉദ്ധിതനായി. പാപം മൂലം നഷ്ടമായൊരാ സൗഭാഗ്യം ഉദ്ധിതനീശോ തിരിച്ചു തന്നു. എന്തൊരു സന്തോഷം ഇത്ര നല്ല ഈശോയെ എന്നും ഞാൻ സ്നേഹിക്കും കൂട്ടുകൂടും. എന്തൊരു സന്തോഷം ഇത്ര നല്ല ഈശോയെ എന്നും ഞാൻ സ്നേഹിക്കും കൂട്ടുകൂടും. അൾത്താര തന്നിലായി എന്നുമേ ഉദ്ധിതൻ നമ്മൾ തൻ പൈതാഹ മാറ്റിടുന്നു. അൾത്താര തന്നിലായി എന്നുമേ ഉദ്ധിതൻ നമ്മൾ തൻ പൈതാഹ മാറ്റിടുന്നു. ഈ മണ്ണിൽ സ്വർഗമനുഭവിച്ചിടുവാൻ നമ്മൾക്കായി ഈശോ കുർബാനയായി. ഈ മണ്ണിൽ സ്വർഗമനുഭവിച്ചിടുവാൻ നമ്മൾക്കായി ഈശോ കുർബാനയായി. നമ്മൾക്കായി ഈശോ കുർബാനയായി. നമ്മൾക്കായി ഈശോ കുർബാനയായി. നമ്മൾക്കായി ഈശോ കുർബാനയായി. അമ്മേ, അമ്മേ, മോളെ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. മോളെ നീ ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ നിന്നെയും നിന്റെ കുടുംബത്തെയും നിനക്കുള്ള സർവ്വതിനെയും അനുഗ്രഹിക്കുന്നു. ഈശോ, മോളെ നമുക്ക് പാതിര കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങാം.